എനിക്കുണ്ടല്ലോ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാൻ ആർക്കെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും ഞാൻ സർപ്രൈസ് ആയിട്ടായിരിക്കും കേട്ടോ കൊടുക്കുക. അല്ലാണ്ട് കൊടുക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ആരുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിലും ഞാനൊരു കേക്കായിട്ട് എന്തായാലും വരുന്നത് അവർക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇന്ന് ഉപ്പാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഉച്ചവരെ എനിക്ക് ഒട്ടും ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഉച്ചയായപ്പം ഞാൻ പ്ലാൻ ചെയ്തു പോയിട്ട് എന്തായാലും ഒരു കേക്ക് മേടിച്ചിട്ട് ഉപ്പാൻ്റെ അടുത്ത് പോകാമെന്ന്. 2 ദിവസം മുൻപ് നമ്മൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ വരുന്ന അവരൊട്ടും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. 2 ദിവസം മുൻപാണല്ലോ ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കേക്കായിട്ട് പോയ സമയത്ത് ഉപ്പ ആകെ നെട്ട് പോയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ശരിക്കും ഈ ഒരു സന്തോഷം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് നമുക്കൊരു ഗിഫ്റ്റൊക്കെ ആയിട്ട് ഒരാൾ വരുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. തിരിച്ച് മോളെയും കൂട്ടിയിട്ട് സ്കൂളിൽ നിന്ന് പോകാൻ ചോദിച്ചു കേട്ടോ. അവൾക്കും കൊടുത്തൊരു ചെറിയ സർപ്രൈസ്. നമ്മളൊരാൾക്കൊരു സർപ്രൈസായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം